ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് തക്കാളി ചട്നി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ചട്നി ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില, അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പിരിയമുളകും ഒരു വറ്റൽമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 3 തക്കാളിക്ക് വേണ്ട എരിവിനെയാണ് ഞാൻ ഇത്രയും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര മുളകിട്ടാൽ നമ്മൾക്ക് അത്യാവശ്യത്തിനുള്ള എരിവ് നമുക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വറ്റൽമുളകിന് പകരമായിട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് കുറച്ച് കൂടി നിൽക്കും. പിന്നെ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉഴുന്ന്. ഇനി നമുക്കിത് എല്ലാവരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് ഒരുപാട് അങ്ങോട്ട് മാറിപ്പോകാൻ നിൽക്കരുത്. ഒരുപാട് കളറ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ചമ്മന്തിക്ക് ഒരു കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നേരിയതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. ഈ ഒരു രീതിയിൽ ആവുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞത് നമ്മൾ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കിതെല്ലാവരും ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം മഞ്ഞൾപ്പൊടി നന്നായിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. എന്നാലും മാത്രമേ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത്ര മതി. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുരിഞ്ഞിട്ട് നല്ലൊരു വാസനയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ്. അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരവും കൂടി നമ്മൾ നന്നായിട്ടിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇനിയുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി വറ്റിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ ചൂടൊക്കെ നന്നായിട്ട് തന്നെ ആറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാത്ത രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കൂടി ഉണ്ട്. അത് നമുക്ക് താളിക്കുന്ന സമയത്ത് നമുക്കത് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ചമ്മന്തി താളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു വറ്റൽമുളക് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉഴുന്നൊക്കെ നേരിയതായിട്ടൊന്ന് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില, കൂടെ തന്നെ ഒരല്പം മാത്രം കായത്തിൻ്റെ പൗഡർ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കരുത്.
നമ്മൾ അതിലുള്ളത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിലുള്ളത് മൊത്തത്തിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ബാക്കിയുള്ള കണ്ടൻറ്റും കൂടി നമുക്ക് വറ്റിച്ചെടുക്കണം. എന്നാലും മാത്രമേ തക്കാളി ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് വറ്റിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സവാളയിൽ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത്. കാരണം ഇതിൻ്റെ ആ വെള്ളം വറ്റും തോറും ഉപ്പ് കൂടുതൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ കുറച്ച് അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാവരും പെർഫെക്റ്റാണ്. കറക്റ്റ് എരിവാണ്, കറക്റ്റ് ഉപ്പാണ്, ആ കറക്റ്റ് പുളിയും എല്ലാവരും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 1 മിനിറ്റ് നേരവും കൂടി നമുക്കിതൊന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ഈ തക്കാളി ചമ്മന്തി ഇഡലിയുടെയും ദോശയുടെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.